നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? ആദ്യ മനുഷ്യനായ ആദാം ഏദൻ തോട്ടത്തിൽ നിന്ന് ദൈവം പുറത്താക്കി. ദൈവം കൊടുത്തിരുന്ന ആത്മീയ ജീവൻ അവനിൽ നിന്ന് നഷ്ടമായി. ജീവനുള്ള ദേഹിയായി തീർന്നു. ശേഷം മനുഷ്യനെ പോലെ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് ആദാം മാറ്റപ്പെട്ടു. എന്നാൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിന് അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ച കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യജീവൻ ദൈവം മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്തു. എന്നാൽ ആ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് നമ്മുടെ ഹൃദയം കർത്താവിനെ വസിക്കത്തക്ക നിലവാരത്തിൽ, നമ്മളിൽ കർത്തൃത്വം നടത്തത്തക്ക നിലവാരത്തിൽ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന നിലവാരത്തിൽ, നമ്മളെ നിയന്ത്രിക്കുന്ന നിലവാരത്തിലേക്ക് നാം ദൈവം മുമ്പാകെ സറണ്ടറാകുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലഭിക്കുന്ന ആലോചനകൾ അനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ആത്മാവിൽ ജീവിക്കുന്നവരായിത്തീരുന്നത്. ആദാമിൻ്റെ ലംഘനത്താൽ സകല മനുഷ്യരിലേക്കും മരണം വന്നു ഭവിച്ചു. എല്ലാവരും ലംഘനത്തിലകപ്പെട്ടു. നമ്മൾ റോമലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടമാക്കിയിരിക്കുന്നു. ആ നഷ്ടമായി പോയ ദൈവതേജസ്സിനെ മടക്കി ലഭിക്കേണ്ടതിനാണ്, മടക്കി തരേണ്ടതിനാണ് കർത്താവ് യേശു ക്രിസ്തു താണഭൂമിയിലേക്ക് മനുഷ്യ അവതാരമെടുത്തുകൊണ്ട് താൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. അതുകൊണ്ട് പിതാവായ ദൈവം അവനെ സകല നാമത്തിനും മേലായ നാമം ധരിപ്പിച്ച് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ യേശുക്രിസ്തുവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുകയും സകല നാവും യേശുക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരുമെന്ന് നാം വായിക്കുന്നത്. അപ്പോൾ മരണത്തിൽ നിന്ന് നാം ജീവനിലേക്ക് കടക്കണം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവരെല്ലാം ജഡപ്രകാരം ജനിക്കുന്നു. എന്നാൽ ആത്മാവിൽ ജനിക്കുന്നവരാണ് ആത്മാവിൽ ജീവിക്കാൻ കഴിയുന്നത്. നാം ആത്മാവിൽ ജനിക്കണമെങ്കിൽ ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളിൽ വരികയും ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ആ ആത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ജീവനുള്ള ദേഹിയായിട്ട് തീരുന്നത്. ജീവിപ്പിക്കുന്ന ആത്മാവായ ദൈവാത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനകളെ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ, ദൈവത്തിൻ്റെ ഹിതങ്ങളെ ദൈവം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾക്ക് ബുദ്ധി ആലോചനയും പറഞ്ഞു തന്ന് നമ്മളെ വഴി നടത്തും. അങ്ങനെ ജീവിക്കുന്നവർ മാത്രമാണ് ആത്മാവിൽ ജീവിക്കുന്നവരായിത്തീരുന്നത്. അവർ ജഡപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ്റെ ആലോചനയ്ക്ക് വേണ്ടി ചെവി കൊടുക്കരുത്. ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യനിൽ അവരാശ്രയിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതെന്ന് നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. ദൈവത്തിൻ്റെ